നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്പ് അർജന്റീനക്കാർ ഭരിക്കുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ യൂറോപ്പ കോൺഫറൻസ് ലീഗിൽ ചെൽസി വിജയിച്ചു. എൻസോ ഫെർണാണ്ടസ് ഗോൾ അടിച്ചു, അസിസ്റ്റ് കൊടുത്തു, നായകനായിട്ട് ഇറങ്ങിക്കൊണ്ട് കിരീടം. നോക്കുക, ക്യൂട്ടി റൊമേറോ സ്റ്റാർട്ടഡ് ആസ് ടോട്ടനം ക്യാപ്റ്റൻ. യൂറോപ്പ ലീഗിൽ അദ്ദേഹം ടീം ചാമ്പ്യനായി. എൻസോ ഫെർണാണ്ടസ് സ്റ്റാർട്ടഡ് ആസ് ചെൽസി ക്യാപ്റ്റൻ, കോൺഫറൻസ് ലീഗിൽ ചാമ്പ്യനായി. ലൗട്രോ മാർട്ടിനസ് ഇന്റർ മിലാന്റെ ക്യാപ്റ്റൻ ആയിട്ട് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ സാറ്റർഡേ കളിക്കാൻ പോവുകയാണ്. അദ്ദേഹവും കിരീടം ചൂടുമെന്നുള്ളതാണ് ചോദ്യം. ഏതായാലും അർജന്റീൻ താരങ്ങള് യൂറോപ്യൻ വമ്പന്മാരുടെ പ്രധാനപ്പെട്ട താരങ്ങളായിട്ട് കിരീടങ്ങളിലേക്ക് ടീമിനെ കൈപിടിച്ച് നടത്തുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻസോയുടെ കാര്യം, ഇന്നലത്തെ പ്രകടനം നമ്മൾ കണ്ടല്ലോ. കിടിലൻ പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിന്റെ ഫൈനലുകളിലെ പ്രകടനം നമ്മൾ നോക്കുകയാണ്. ഫൈനലുകൾ അദ്ദേഹത്തിന്റെ കരിയറിൽ ക്ലബിനും അർജന്റീനക്കുമായിട്ട് ഫൈനലുകളിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളത് 7 ഫൈനൽ ഗെയിമുകൾ കളിച്ചിട്ട് 1 ഗോളും 1 അസിസ്റ്റും. 67% ലോങ് ബോൾ പാസുകളുടെ ആക്യുറസി. 52 പാസുകൾ ലോങ് ബോൾ കൊടുത്തിട്ട് 35 ലക്ഷ്യത്തിലേക്ക് എതിരാളികളിൽ നിന്ന് ബോൾ തട്ടിയെടുക്കുന്നത് 31 തവണ. 45 ഡിഫൻസീവ് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ പെർ ഗെയിം 6.4 ആണ്. 51 ബോളുകൾ അദ്ദേഹം റിക്കവർ ചെയ്യുന്നു. 50 ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട്. 7.1 ആണ് പെർ ഗെയിം. 6 കിരീടങ്ങൾക്ക് വേണ്ടി ഫൈനലിൽ കളിക്കാൻ ഇറങ്ങിയിട്ട് 5 എണ്ണവും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. സോ ഫൈനലുകളിൽ വേറെ ലെവലായി കളിക്കുന്ന അർജന്റീനക്കാരനെയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. PSG ഇന്റർ മിലാൻ ലൗട്രോയുടെ കീഴിൽ ആ കിരീടം ഉയർത്തുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.